നമസ്കാരം. കാസ്റ്റിംഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോണി വാക്കറിൻ്റെ മറ്റൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ ജീത്ത് ഉപേന്ദ്ര എന്നൊരു നടൻ, പകുതി മലയാളിയാണ്, ബോംബെ സെറ്റിൽഡാണ്. അതിലേക്ക് വരാം. ജീത്ത് ഉപേന്ദ്ര നിങ്ങൾക്കറിയാം, മമ്മൂട്ടിയുടെ അനുജനായിട്ട് അതിൽ അഭിനയിച്ചതാണ്. മമ്മൂട്ടിയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുജനായിട്ട് ആ സിനിമയിൽ ബോബി എന്ന കഥാപാത്രം. അപ്പോൾ ബോബി ഒരു കാസ്റ്റിങ്ങിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം കമൽ ഗോവർ ചെയ്ത സ്വാമി പോലെ, ഗോപാൽ പൂജാരി ചെയ്ത ദീദി പോലെ, കുട്ടപ്പായിയെ പോലെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് ബോബിയുടെ കഥാപാത്രം. കാരണം ജോണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബോബിയാണ്. ആ ഒരു ഓമനത്വം തോന്നണം. അതേസമയം നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ കഴിവുള്ളൊരു പയ്യനായിരിക്കണം. അതായിരുന്നു ഏറ്റവും വലിയ ക്രൈറ്റീരിയ. നന്നായിട്ട് ഡാൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ കുറേ അന്വേഷിച്ചു. അങ്ങനെ വീണ്ടും സഹായിച്ചത് സന്തോഷാണ്. സാബു ചെറിയൻ്റെ സുഹൃത്ത്, പ്രൊഡ്യൂസർ സന്തോഷ് ബോംബെയിൽ. വീണ്ടും ഞാനും സാബും കൂടെ ബോംബെക്ക് പോകുന്നു. ഗോപാൽ പൂജാരിയെ കണ്ടെത്തിയ പോലെ തന്നെ സന്തോഷിൻ്റെ ഓഫീസ് റൂമിൽ വെച്ച് സന്തോഷ് പലരുടെ ഫോട്ടോഗ്രാഫ്സ് കാണിച്ചു. പക്ഷേ എനിക്കത് അത്രയും പ്രിയപ്പെട്ടതായിട്ട് തോന്നില്ല. അങ്ങനെയാണ് ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഇപ്പം മലയാളിയാണ്, ബോംബെ ജനിച്ചു വളർന്ന ഒരു മലയാളി, നന്നായി ഡാൻസ് ചെയ്യും. അവൻ്റെ ഏതൊക്കെയോ ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞു വിളിച്ചു വരുത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ജീത്ത് ഉപേന്ദ്ര അന്ന് ബോംബെ ഓഫീസിലോട്ട് വരുന്നത്. അപ്പോൾ ജീത്തിനെ കണ്ടപ്പോൾ തന്നെ ജിതേന്ദ്രയുടെയൊക്കെ ഒരു ഛായയുള്ള ഒരു മിനിയേച്ചർ, ജിതേന്ദ്രയുടെ ഒരു മിനിയേച്ചർ എന്ന് തന്നെ പറയാം. അവൻ്റെ ഡാൻസ് മൂവ്മെൻറ്റൊക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നു. ക്ലീൻ ഷേവ് ചെയ്ത ഒരു ക്യൂട്ട്, അല്ലെങ്കിൽ മമ്മൂക്കയുടെ അല്ലെങ്കിൽ ജോണി വാക്കറിൻ്റെ അനുജൻ എന്ന് നമുക്ക് തീർച്ചയായിട്ടും തോന്നും. അങ്ങനെയാണ് ജീത്തിൻ്റെ ഒരു എക്സ്പ്രഷൻ. വന്നപ്പോൾ തന്നെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്ന ജീത്ത്. അപ്പോൾ ജീത്ത് പറഞ്ഞു, സാർ മലയാളം പറയുമ്പോൾ എനിക്ക് അത്രയും ഫ്ലുവൻ്റായിട്ട് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്യാം. ഡാൻസിൻ്റെ കാര്യത്തിൽ ഞാൻ തയ്യാറ്, അത് മതി. അങ്ങനെ അതിലെ പൂമാരിയിൽ തുടങ്ങുന്ന പാട്ട് നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരും. അതിമനോഹരമായിട്ട് അവൻ നൃത്തം ചെയ്തിട്ടുണ്ട്. അതൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് അതൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ബൈക്കിൽ വരുന്ന ചാഞ്ചക്കം തെന്നിയും എന്നുള്ള അപ്പം സാധാരണ ഒരു മലയാളി ആക്ടറിൽ നിന്ന് കൂടുതലായിട്ട് കുറച്ചൊക്കെ ഒരു ഹിന്ദി ജസ്റ്റേഴ്സൊക്കെ അവനുണ്ട്. പക്ഷേ അതൊക്കെ ആ സിനിമയ്ക്ക് ജോണി വാക്കർ എന്ന് ജോണി വാക്കർ മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കൊക്കെ അറിയാം. അതിൻ്റെ ഈ ബാംഗ്ലൂർ അന്തരീക്ഷവും കോളേജും അവൻ്റെ ഒരു സ്മാർട്ട്നെസ്സും, ജോണി ചായനോടുള്ള അവൻ്റെ അഫെക്ഷനും, അവൻ്റെ ഫ്രണ്ട്സിനോടുള്ള അവൻ്റെ ആ കൂടിച്ചേരലൊക്കെ ആ ക്യാരക്ടർ വളരെ ഹെൽപ്ഫുള്ളാണ്. അത് എനിക്ക് തോന്നുന്നു ഈ ആപ്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയുമല്ലോ, അതിൽ പെടുന്നതിലൊന്നാണ് ജീത്ത് ഉപേന്ദ്ര. ജീത്ത് ഇപ്പം ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ കുറേ വെബ് സീരീസും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. വളരെ ആക്റ്റീവായിട്ട് ആക്ടിങ്ങിൽ തന്നെ പോകുന്നുണ്ട്. പക്ഷെ പിന്നീട് മലയാളത്തിൽ അധികം സിനിമകളൊന്നും ജീത്തിന് കിട്ടിയിട്ടില്ല. കാരണം ഈ ഒരു ഹിന്ദി അപ്പിയറൻസ് അവൻ്റെ മുഖത്തുണ്ട്. ഒരുപക്ഷെ അതായിരിക്കണം കാരണം. ജീത്ത് ഉപേന്ദ്ര ജോണി വാക്കറിൽ എനിക്ക് തോന്നുന്നു ഇന്നും ജോണിയുടെ അനിയനായിട്ട്, ജോണിയുടെ പ്രിയപ്പെട്ട ബോബിയായിട്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ജീവിക്കുന്നുണ്ട് ജീത്ത് ഉപേന്ദ്ര, ബോബി.